ലെറ്റ്സ് ലേൺ വിത്ത് പ്രിയ ടീച്ചർ എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ ഓൺലൈൻ പ്രസംഗ മത്സര വീഡിയോ ആണിത്. ഞാൻ ഫാത്തിമ, കാസർഗോഡ് ജില്ലയിലെ GSDS കുമ്പളയിൽ 3ാം തര വിദ്യാർത്ഥിനിയാണ്. നിങ്ങൾ മനുഷ്യനായതുകൊണ്ട് മാത്രം വലിയവനാകുന്നില്ല, മനുഷ്യത്വമുള്ളവനാകുമ്പോഴാണ് വലിയവനാകുന്നത്. മനുഷ്യൻ ആരാകണമെന്ന് 2 വരിയിൽ പറഞ്ഞു വെച്ച മഹാത്മാഗാന്ധിയുടെ മഹത്വചനം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ ആരുമുണ്ടാകില്ലല്ലോ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് വീമ്പ് പറഞ്ഞു നടന്ന ബ്രിട്ടീഷുകാരന്റെ അഹന്തയെ അഹിംസാവ്രതത്തിലൂടെ ഉറപ്പിച്ച ഗാന്ധിജിയുടെ ജന്മദിനമാണ് ഒക്ടോബർ 2. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ഗാന്ധി ജനിച്ചത്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 2 അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നു. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ ഗാന്ധിജിയാണ് ഇന്ത്യൻ ചരിത്രത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച വ്യക്തി. ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ വാക്കുകൾക്ക് അതീതമാണ്. ആയുധമൊന്നും എടുക്കാതെയാണ് അദ്ദേഹം ബ്രിട്ടീഷുകാരെ നേരിട്ടത്. അഹിംസയിലൂടെയും സത്യാഗ്രഹം എന്ന ശക്തിയേറിയ സമരമുറകളിലൂടെയും ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് എത്തിച്ച ഗാന്ധിജി ജനങ്ങൾക്ക് ബാപ്പുജിയാണ്. സത്യം, അഹിംസ, ക്ഷമ തുടങ്ങിയ സദ്ഗുണങ്ങൾ എങ്ങനെ സ്വായത്തമാക്കാം എന്ന് നാം പഠിക്കേണ്ടത് ഗാന്ധിജിയിൽ നിന്നാണ്. ഭൂമിയിൽ രക്തവും മാംസമുള്ള ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചേക്കില്ല. ബാപ്പുജിയെ കുറിച്ച് ലോക പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ വാക്കുകളാണിത്. അതെ, നമുക്ക് അഭിമാനിക്കാം, ഇത്ര മഹാനായ ഒരു രാഷ്ട്രപിതാവിനെ നമുക്ക് ലഭിച്ചതോർത്ത്. ഗാന്ധിജിയുടെ ജീവിതം ഒരു പാഠശാലയാണ്. ആ പാഠശാലയിൽ നിന്ന് നമുക്ക് വിദ്യാഭ്യാസിക്കാം, നല്ലവരായി വളരാം. ഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി, ഹിംസയിലൂടെ നേടുന്ന വിജയം വിജയമല്ല, അത് തോൽവിയാണ്. എന്നാൽ അത് വെറും നൈമിഷികം മാത്രം. ഇന്ന് ലോക അഹിംസാ ദിനമായി കൊണ്ടാടുമ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള സന്ദേശവും ഇത് തന്നെയാണ്. അഹിംസയാണ് എന്റെ മതം, സത്യമാണ് എന്റെ ആയുധം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ഗാന്ധി ജയന്തിയുടെ മംഗളാശംസകൾ. നന്ദി.